എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ശരത്തിനായിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രമതിയും സുധിയും കൂടി പല പല പരിശോധനകളൊക്കെ നടത്തുകയാണ്. ശരത്താണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനവും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ട് ചേച്ചിയോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും, എടാ മോനെ, ഇവൻ പറയുന്നത് മുഴുവനും കള്ളത്തരമാണ്. ഇവൻ എന്തെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടാകും. നീ ഒരു കാര്യം ചെയ്യ്, ഇവന്റെ ദേഹം മുഴുവനും ഒന്ന് പരിശോധിക്കുന്നു പറഞ്ഞു. ഓൾറെഡി നമ്മുടെ ശരത്തിന്റെ ബാഗൊക്കെ പരിശോധിച്ച് പുസ്തകങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണല്ലോ. അങ്ങനെ സുധി തൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് അവന്റെ ദേഹപരിശോധന ചെയ്യുന്ന സമയത്ത് ശരത്താണെങ്കിൽ, ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരാരും കേൾക്കുന്നില്ല. രേവതി ആണെങ്കിലോ കരഞ്ഞു പിഴിഞ്ഞ് അവളെ കൊണ്ട് പറയാവുന്നതിൻ്റെ മാക്സിമം അവള് അമ്മായിയമ്മയുടെ അടുത്ത് കെഞ്ചിക്കൊണ്ടിരിക്കുക. ചന്ദ്രയാണെങ്കിലോ ഇതൊക്കെ കണ്ട് നല്ല രീതിയിൽ അങ്ങ് ആസ്വദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, മോനെ സുധി, അവൻ പെരുങ്കള്ളനാണ്, അവനെ വിടണ്ടടാ, അവനെ മൊത്തത്തിൽ പരിശോധിക്ക്. അങ്ങനെ സുധി പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ശരത്തിന് ദേഷ്യം വരികയാണ്. ശരത്താണെങ്കിലോ ഇവന്റെ ഈ ഒരു പിടിയും വലിയും ഒക്കെ കൂടുമ്പോഴത്തേക്കിനും ശരത്ത് വീഴുമെന്നുള്ളൊരു തോന്നൽ തോന്നി. നമ്മുടെ ശ്രുതിയുടെ കോളറിൽ ഇങ്ങനെ കയറി പിടിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്ക് ഇത് കണ്ടപ്പം ദേഷ്യം വന്നു. ശ്രുതി ഓടി വന്നിട്ട് ശരത്തിൻ്റെ കവള് നോക്കി ഒരു അടി അങ്ങ് വെച്ചു കൊടുത്തു. എൻ്റെ അനിയൻ അടി കിട്ടിയ സമയത്ത് രേവതി അങ്ങ് സകല രീതിയിലും, അതായത് അവള് ഇത്രയും സമയം ക്ഷമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തെ ഒരു കാഴ്ചയായിപ്പോയി നമ്മുടെ ശരത്തിനെ ശ്രുതി തല്ലിയത്. നിനക്ക് എന്ത് അധികാരമുണ്ട് എൻ്റെ അനുജനെ തല്ലാനായിട്ട്? നീ എന്ത് തോന്നിവാസമാണ് ശ്രുതി ഈ കാണിച്ചതെന്ന് ചോദിച്ച് ശ്രുതിയോട് കയർത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, അതെ, ഇവൻ എന്നെ തല്ലാൻ നോക്കി, അതുകൊണ്ടാണ്. അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി എതിർത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ, എടി എടി എടി, നീ അധികം അങ്ങ് തിളയ്ക്കാതെ നീ അവിടെ നിൽക്ക്. നീ നിന്റെ അനുജനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. നിന്റെ അനുജൻ ഈ വീട്ടിലെ ബൈക്ക് മോഷ്ടിച്ചതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. എന്തായാലും ഇവന് ഞങ്ങൾ മാപ്പ് കൊടുക്കാനും തയ്യാറല്ല. ഇവനുള്ള ശിക്ഷയാണ് ഇപ്പൊ ശ്രുതി കൊടുത്തത്. നല്ല കാര്യമായിപ്പോയെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം, എടാ മോനെ, നീ ഒരു കാര്യം ചെയ്, ഇവന്റെ കഴുത്തിന് പിടിച്ച് ഇവനെ വെളിയിലേക്ക് തള്ളെന്ന് പറഞ്ഞു. രവി പറഞ്ഞു, എടാ വിടടാ, എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പാവം ആ പയ്യന് പഠിക്കാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവി ഇടയ്ക്ക് കയറി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ വാക്കിന് അവിടെ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ സുധി അമ്മ പറയുന്നത് കേട്ടിട്ട് ശരത്തിൻ്റെ കഴുത്തിന് പിടിച്ച് ശരത്തിനെ വെളിയിലേക്ക് തള്ളുമ്പം ശരത്തി എന്ന് വീഴുന്നത് നമ്മുടെ സച്ചിയുടെയും ശ്രീകാന്തിൻ്റെയും മുന്നിലാണ്. എടാ മോനെ ശരത്തെ, നിനക്കിത് എന്ത് പറ്റിയിടാന്ന് ചോദിച്ച് സച്ചി നമ്മുടെ ശരത്തിനെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് രേവതി കരഞ്ഞു വിളിച്ചു വന്ന്, സച്ചിയേട്ടാ ഇത് കണ്ടോ, ഇവരെല്ലാവരും കൂടി എൻ്റെ അനുജൻ തെറ്റ് ചെയ്തതാ, സംഭവം ശരിയാ, പക്ഷേ അവൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഒരു സാധനവും എടുത്തിട്ടില്ല. മോനെ ശരത്തെ, നീ ഇവിടുന്ന് പോയിക്കോ, ഇനി ഇവിടെ നീ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിന്നെ ക്രിമിനൽ ആക്കുമെന്നൊക്കെ പറഞ്ഞ് രേവതി സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, എന്താടാ, എന്താ സംഭവിച്ചത്, കാര്യങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് സച്ചി ചോദിക്കുക. ആ സമയത്ത് നടന്ന കാര്യങ്ങൾ മുഴുവനും, അതായത് ശരത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കുടഞ്ഞിട്ട് പരിശോധിച്ചതും ശരത്ത് ഈ വീട്ടിലേക്ക് മാപ്പ് പറയാൻ വന്നതാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ശരത്ത് അവരോട് പറയുമ്പോഴത്തേക്കിനും, എടാ സുധി, നിനക്ക് അല്പം പോലും വിവരം ഇല്ലേന്ന് ചോദിച്ച് ശ്രീകാന്ത് സുധിയുടെ അടുത്തേക്ക് ചെല്ലുക. അതെടാ, ഇവന് വിവരം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. സത്യം പറയും, നീ ഇത്രയൊക്കെ പഠിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണോ? ഈ ഡിഗ്രിയൊക്കെ നീ എടുത്തത് തന്നെയാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത്, അതെ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു കള്ളനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് ചന്ദ്രയും സുധിയും കൂടി ചേർന്ന് സച്ചിയോടും ശ്രീകാന്തിനോടും ചോദിക്കുക. ഈ സമയത്താണെങ്കിൽ രേവതി പറഞ്ഞു, എന്തിനാ എൻ്റെ അനുജനെ കള്ളൻ എന്ന് പറയുന്നത്? അവനൊരു തെറ്റ് ചെയ്തു പോയി, അതിനവൻ എല്ലാവരോടും മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ ഇതൊന്നും കണ്ടില്ലാത്ത പോലെ എന്തൊക്കെ ക്രൂരത എൻ്റെ അനുജനോട് കാണിച്ചതെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് സങ്കടപ്പെട്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, എടി, നിന്റെ അനുജന് നീ ആയിട്ട് തന്നെയാണ് ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്നത്. അവൻ ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നീ അവനെ ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒരു സമയം ഈ വീട്ടിൽ കയറ്റിയിട്ടുണ്ടാകും. അങ്ങനെ അവൻ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിട്ടും ഉണ്ടാവും. ആർക്കറിയാം, ഇതുപോലെയുള്ളൊരു വൃത്തികെട്ട കുടുംബത്തിലാണല്ലോ ഞങ്ങൾ ബന്ധം പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ്
ചന്ദ്രമതി വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുക. ഈ സമയം നമ്മുടെ സച്ചിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. സച്ചിയാണെങ്കിൽ അതെ, നിങ്ങൾ ഇത്രയും വലിയ കാര്യത്തിന് നിങ്ങളിങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടോ? ഈ വീട്ടിൽ നിന്നും 50 ലക്ഷം രൂപയും മോഷ്ടിച്ച് ഈ പാവപ്പെട്ട അച്ഛനെ പറ്റിച്ച് ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ട കാശും കൊണ്ട് സ്വന്തം കാമുകിക്ക് കൊണ്ടുപോയി കൊടുത്ത ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനുണ്ടല്ലോ, അവൻ ഒരിക്കലെങ്കിലും ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വട്ടമെങ്കിലും മാപ്പ് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒരക്ഷരം പോലും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുക. അപ്പം ശ്രുതിക്ക് ശരിക്കും ദേഷ്യം വന്നു. ശ്രുതിയാണെങ്കിലോ, സച്ചി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇദ്ദേഹം മോഷ്ടിച്ചു എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. അതെ, മോഷ്ടിച്ചെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അയാൾ കട്ടിട്ട് തന്നെയല്ലേ ഞങ്ങൾ കട്ടെന്ന് തന്നെ പറഞ്ഞത്. എന്നിട്ട് ഈ പയ്യൻ ഇവിടെയുള്ള ആൾക്കാരോട് അവന് പറ്റിയ ഒരു തെറ്റ് അത് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചില്ലേ, ഇതൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ശ്രുതിയാണെങ്കിലോ അവരെല്ലാരും കൂടി ചേർന്ന് ഒരു കള്ളനിപ്പോൾ അതാ പട്ടം കൊടുക്കുകയാണ്. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോകുന്ന സമയത്ത് ചന്ദ്രമതിയോട് നമ്മുടെ ദേവി പറഞ്ഞു, കഴിഞ്ഞില്ലേ നിന്റെ അഭ്യാസം, നിന്റെ വേഷം കെട്ടൊക്കെ കഴിഞ്ഞോ ചന്ദ്രമതി എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലല്ലോ, എല്ലാം നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെ പാട് നോക്കി പോവാന്നും പറഞ്ഞ് ചന്ദ്രയും ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ശരത്തിനെ സമാധാനിപ്പിച്ച് സച്ചിയാണെങ്കിലോ, മോളെ രേവതി നീ ഒരു കാര്യം ചെയ്യ്, ദേ ഇവൻ എന്താ കുടിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്, അവനെ സമാധാനിപ്പിച്ച് അവന് മനസ്സ് വിഷമിക്കാത്ത രീതിയിൽ വേണം ഇവിടുന്ന് പറഞ്ഞു വിടാനെന്നൊക്കെ പറഞ്ഞു. രേവതി ശരത്തിനെയും കൂട്ടിയിട്ട് കിച്ചണിലേക്ക് ചെന്നു. അനുജനോട് പറഞ്ഞു, മോനെ നീ ഈ ചായ കുടിക്ക്, നീ ചേച്ചിയോട് ദേഷ്യപ്പെടരുത് കേട്ടോ, ചേച്ചി ഇങ്ങനെയൊക്കെ ഇവിടെ സഹിച്ചാ ജീവിക്കുന്നതെന്ന് ഒരു കാരണം വെച്ചാലും അമ്മ അറിയരുത് എന്നൊക്കെ കൂടി നമ്മുടെ ശരത്തിൻ്റെ അടുത്ത് രേവതി ഇങ്ങനെ സംസാരിച്ചു. ഈ സമയമാണെങ്കിലോ ശരത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ട ചേച്ചി, ഞാൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞത് എനിക്ക് അത്രയും വിഷമമായിപ്പോയി, ഞാൻ ഇനി ഒരിക്കലും പഴയതുപോലെയുള്ളൊരു തെറ്റിലേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ രേവതിയോട് ഒരിക്കൽ കൂടി മാപ്പ് പറഞ്ഞ് അവൻ അവിടുന്ന് പോവുക. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയും ആണ്. രണ്ടുപേരും കൂടി കറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വർഷ പറഞ്ഞു, ശ്രീ ഇന്ന് നീ എന്നെ ഡ്രോപ്പ് ചെയ്യണം കേട്ടോ, ഞാൻ എന്തായാലും ഇന്ന് എൻ്റെ സ്കൂട്ടി എടുത്തിട്ടില്ല, നീ തന്നെ കൊണ്ട് ആക്കണമെന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ പൊന്നു വർഷേ മോളെ, നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ രണ്ടിനെ നോക്കിയിരിക്കുകയായിരിക്കും, ഇനി ഞാൻ എന്തായാലും കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അതൊരു വിഷയമായാലോ, ദേ അതുകൊണ്ട് മോള് പതുക്കെ ഇവിടെ നിന്ന് നടന്നോളാൻ പറഞ്ഞു. നീ ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്നും പറഞ്ഞ് വർഷ നമ്മുടെ ശ്രീകാന്തിനെ പിടിച്ച പിടിയാലെ കൂട്ടി. അങ്ങനെ വർഷയുടെ വീടിന് മുന്നിൽ ശ്രീകാന്ത് വർഷയെ ഇറക്കി വിട്ടിട്ട് വണ്ടി എടുത്ത് തിരികെ പോരുന്ന ആ ഒരു സമയത്ത് 2-3 ഗുണ്ടകൾ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ശ്രീകാന്തിന് ചെറിയൊരു കൊട്ടേഷൻ കൊടുത്തതാണ്. അങ്ങനെ ശ്രീകാന്തിനോട് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കി ഇവന്മാർ തല്ലും പിടിയൊക്കെ ആകുന്ന സമയത്ത് സച്ചി കുരുത്തം പോലെ തന്നെ അവിടെ വരികയാണ്. സച്ചി കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിനെ ആൾക്കാരെടുത്തിട്ട് തല്ലുന്ന കാഴ്ച. ഡാ എൻ്റെ അനുജനെ കൈവച്ചോടാന്ന് ചോദിച്ച് സച്ചി ചാടി ഇറങ്ങിയിട്ട് വന്ന് അവന്മാരെയൊക്കെ പിടിച്ച് നല്ല അടി അടിക്കുക. ഈ സമയമാണെങ്കിലോ കൂട്ടത്തിൽ ഒരുത്തൻ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിൻ്റെ അനുജനാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, എടാ നീ മഹേഷിൻ്റെ അനുജനല്ലേ, നീ ഇപ്പം ഇതുപോലെ കൊട്ടേഷൻ പരിപാടിക്കാണോ പോണേന്ന് ചോദിച്ചു. അത് സച്ചേട്ടാ, ഇത് സച്ചേട്ടൻ്റെ അനിയനായിരുന്നോ? അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ നമ്മുടെ സച്ചിയോടും ശ്രീകാന്തിനോടും ഒക്കെ മാപ്പ് ചോദിച്ചു. അല്ലടാ സത്യം പറയും, ആരാടാ എൻ്റെ അനുജനെ തല്ലാൻ നിനക്കൊക്കെ കൊട്ടേഷൻ തന്നത്? അത് ആ KSRTCയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ഒരു സാറില്ലേ, ആ സാറാണ് എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ശ്രീകാന്തിന് പിടികിട്ടി അടി വന്ന വഴി ഏതാണെന്ന്. സച്ചിക്കാണെങ്കിലോ ഇത് ഏതവനായിരിക്കും, ഇനി അച്ഛനോട് ദേഷ്യം മൂത്തിട്ട് അയാൾ ചെയ്ത പണി ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നമ്മുടെ സച്ചി നിൽക്കുന്നത് കാണിക്കുകയാണ്. ശ്രീകാന്ത് എന്തായാലും കിട്ടിയതും അതുപോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ സച്ചിയും ശ്രീകാന്തും കൂടി ചേർന്ന് അവന്മാർക്കിട്ട് നല്ല അടിയൊക്കെ കൊടുത്തു വിട്ടു. എന്തായാലും ഇതിനൊക്കെ പിന്നി കളിച്ചിട്ടുള്ള നമ്മുടെ വർഷയുടെ അച്ഛനെ നാളെ ഇട്ട് പൊരിക്കും. അത് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നവും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്.